ഹായ്, ഞാൻ നീതു ജിജിൻ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ +2 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ 4 ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചാപ്റ്റർ 4 പഠിക്കുന്നത്. മെയിനായിട്ടും നമ്മുടെ രാജ്യം സ്വതന്ത്രമായ സമയത്ത് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് നിലനിന്നിരുന്ന അന്തർദേശീയ സാഹചര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിച്ചത്. എന്തൊക്കെയായിരുന്നു അന്നത്തെ മെയിനായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്നറിയുമോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയമാണ്. പുതിയ രാഷ്ട്രങ്ങൾ രൂപപ്പെടുകയും രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ അല്ലെങ്കിൽ പുനർനിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഐക്യരാഷ്ട്രസഭ എന്ന പുതിയ അന്താരാഷ്ട്ര സംഘടന രൂപം കൊണ്ട് കഴിഞ്ഞിരുന്നു. അതേപോലെ തന്നെ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന കോളനി വാഴ്ച അവസാനിക്കുകയും സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ശീതസമരത്തിൻ്റെ ആരംഭം അല്ലേ, കോൾഡ് വാറിൻ്റെ ആരംഭമായിരുന്നു ആ സമയം. അതേപോലെ തന്നെ രാഷ്ട്ര വിഭജനം, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ ഇതെല്ലാം ഉള്ള ഒരു സാഹചര്യം ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് ഈ ഒരു പ്രശ്നങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ വിദേശ നയ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയ രൂപീകരണം നടപ്പിലാക്കപ്പെട്ടത്. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാം അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെയാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോൾഡ് വാർ, ശീതസമരം, ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഈ ലോക രാജ്യങ്ങൾ തന്നെ രണ്ട് ചേരികളായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ചേരികളായിട്ട് അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും കീഴിൽ രണ്ട് ചേരികളായിട്ട് ലോക രാജ്യങ്ങൾ വേർപിരിയുണ്ടായി. അപ്പോൾ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും കീഴിൽ അണിനിരുന്ന രാജ്യങ്ങൾക്ക് അവരെന്ത് ചെയ്തിരുന്നു? സാമ്പത്തിക സഹായങ്ങളും സൈനിക സഹായങ്ങളും ഒക്കെ നൽകിയിരുന്നു. പക്ഷേ ആ രാജ്യങ്ങൾ അവരുടെ പരമാധികാരം അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും എന്ത് നൽകിയിരുന്നു? അടിയറവ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്? അവരുടെ കീഴിൽ നിലനിന്നിരുന്നത്. പക്ഷേ ഇന്ത്യ പോലെയുള്ള ചില രാജ്യങ്ങൾ എന്ത് ചെയ്തില്ല? ഈ ഒരു ചേരിയിൽ ചേരാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. അതാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ പരമാധികാരം അമേരിക്കയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെയോ കീഴിൽ അടിയറവ് വെക്കാനായിട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് വന്നില്ല. അങ്ങനെ ചേരിചേരാ നയം അല്ലെങ്കിൽ ഒരു ചേരിചേരാ പ്രസ്ഥാനം തന്നെ രൂപീകരിക്കാൻ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വിദേശ നയ രൂപീകരണത്തിൽ നെഹ്റുവിൻ്റെ പങ്ക്. കാരണം അദ്ദേഹം ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു നയരൂപീകരണത്തിൽ, വിദേശ നയരൂപീകരണത്തിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. മെയിനായിട്ടും ഇന്ത്യയുടെ വിദേശ നയ രൂപീകരണത്തിൽ നെഹ്റു മുന്നോട്ട് വെച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് രാജ്യത്തിൻ്റെ പരമാധികാരം നമ്മൾ കാത്തു സൂക്ഷിക്കണം, അല്ലെങ്കിൽ അത് കണക്കിലെടുത്തുകൊണ്ട് വേണം ഒരു വിദേശ നയ രൂപീകരണം കൊണ്ടുവരാൻ. അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുക, സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുക തുടങ്ങിയ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെ മുന്നിൽ നിലനിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തത്? ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിച്ചത്. അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിനകത്തും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ആഫ്രോ ഏഷ്യൻ ഐക്യം. അതായത് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ പോലെയുള്ള ചില രാജ്യങ്ങളൊക്കെ മുന്നോട്ട് വന്നു അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം 1955 ഇന്തോനേഷ്യയിലെ ബന്ധുങ് നഗരത്തിൽ വെച്ച് നടന്ന ആഫ്രോ ഏഷ്യൻ സമ്മേളനത്തിൽ ഇന്ത്യ നൽകിയ നേതൃത്വം, അതായത് അന്താരാഷ്ട്ര തലങ്ങളിൽ പോലും വളരെ ശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. അതേപോലെ തന്നെ 1961 ബെൽഗ്രേഡിൽ സ്ഥാപിതമായ ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ 5 സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ആയിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു ചേരിചേരാ നയം അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം കൂടിയാണ് ചേരിചേരാ പ്രസ്ഥാനം. അപ്പോൾ അതിൻ്റെ സ്ഥാപിതമായ 5 സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റു. അപ്പോൾ ആദ്യത്തെ ഒരു പാർട്ടാണ് ഇത്രയും. നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എഴുതിയാൽ മതിയാവും. ഇതെല്ലാം എങ്ങനെ ഷോർട്ടായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിലനിർത്താം എന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുത്ത് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചൈനയുമായിട്ടുള്ള സംഘർഷവും സമാധാനവും, ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാക് യുദ്ധം, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്സേ ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഫോറിൻ അഫയേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ നയം അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇന്ത്യ ചൈന യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻ വരാം. അതേപോലെ ഇന്ത്യ പാക് അതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യുന്നത്. 1949 സ്ഥാപിതമായ കമ്മ്യൂണിസ്റ്റ് ചൈനയെ അംഗീകരിച്ച ആദ്യ രാജ്യങ്ങളിൽ ഒന്ന് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്.
അതേപോലെ തന്നെ നെഹ്റു ചൈനയുമായിട്ട് വളരെ നല്ലൊരു അടുപ്പം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റുവും ചൈനയുടെ അധികാരിയായ ചൗ എൻ ലായും തമ്മിൽ 1954 പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുകയുണ്ടായി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇന്ത്യ ചൈന ബന്ധത്തിന് നല്ലൊരു തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത്. ചൈനയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച ഒരാളാണ് നെഹ്റു. പക്ഷേ ഇന്ത്യയിലെ പല മുതിർന്ന നേതാക്കന്മാർ, അതായത് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ള ചില നേതാക്കന്മാർക്ക് ചൈനയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് എപ്പോൾ വേണമെങ്കിലും ചൈന നമ്മളെ ആക്രമിക്കാം, ഒരു യുദ്ധമുണ്ടാകും എന്നൊക്കെ പൂർണ്ണമായിട്ടും അവരെ വിശ്വസിക്കാൻ മറ്റു നേതാക്കന്മാർക്കൊക്കെ കഴിഞ്ഞില്ല. പക്ഷേ നെഹ്റു ചൈനയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. പക്ഷേ അധികം വൈകാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യ ചൈന ബന്ധത്തിൻ്റെ ഇടയിൽ രൂപപ്പെടുകയുണ്ടായി. ടിബറ്റൻ പ്രശ്നവും അതേപോലെ തന്നെ ഇന്ത്യ ചൈന അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ രൂപപ്പെടാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യം നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത് ടിബറ്റൻ പ്രശ്നമാണ്. 1950 ടിബറ്റിന് മേൽ ചൈന ചില അധികാരങ്ങൾ കൈകടത്താനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ടിബറ്റൻ പ്രദേശം കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ ഇന്ത്യക്ക് ആ സമയത്ത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ഇന്ത്യ ചൈന പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. അപ്പോൾ അതിൽ ചില വ്യവസ്ഥകൾ ഇതിൽ ഇടപെടാൻ നമ്മളെ തടയുകയുണ്ടായി. പക്ഷേ അതിക്രമങ്ങൾ കൂടിയതനുസരിച്ച് ടിബറ്റിലെ ജനത ആർക്കെതിരെ പ്രക്ഷോഭം നടത്തി? ചൈനയ്ക്കെതിരെ സമരം നടത്താനായിട്ട് അല്ലെങ്കിൽ പ്രക്ഷോഭം നടത്താനായിട്ട് തുടങ്ങി. അതായത് ചൈന കൂടുതൽ അധികാരം സ്ഥാപിക്കുകയും ടിബറ്റിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. ടിബറ്റിൻ്റെ ആത്മീയ നേതാവായ ദലൈ ലാമ ഇന്ത്യയിലേക്ക് വരികയും അഭയം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ നേതാക്കന്മാർ എങ്ങനെയാണ്? ഉറപ്പായിട്ടും എല്ലാവരെയും സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാനും അഭയം നൽകാനും ഒക്കെ മുൻപിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ചൈനയുമായിട്ടുള്ള ആ ബന്ധം അവിടെ ഉണ്ടെങ്കിൽ പോലും ടിബറ്റിന് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നമ്മളോട് വന്നിട്ട് അഭയം ചോദിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കാതിരിക്കുക അല്ലേ? അങ്ങനെ നമ്മുടെ നേതാക്കന്മാരാണെങ്കിൽ നെഹ്റു ആയിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? ദലൈ ലാമയ്ക്ക് ഇവിടെ അഭയം നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇന്ത്യ ചൈന ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടക്കം കുറിക്കുകയും ചെയ്തു. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അതിർത്തി തർക്കമാണ്. ഇന്ത്യ ചൈന ബന്ധത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. ഇപ്പം എന്താണ് നമ്മുടെ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്? അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഇന്ത്യ ചൈന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അപ്പോൾ മക്മോഹൻ രേഖ അംഗീകരിക്കാൻ ചൈനക്കാർ അന്നേ തയ്യാറായിരുന്നില്ല. അപ്പോൾ ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലെ അക്സൈ ചിൻ എന്ന് പറയുന്ന പ്രദേശവും അതേപോലെ തന്നെ നേഫ, അതായത് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ ഏജൻസി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ അരുണാചൽ പ്രദേശ്, ഈ 2 പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് ചൈന ഇന്ത്യയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിർത്തി തർക്കങ്ങൾ. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുന്നത്. ഇന്ത്യ ചൈന യുദ്ധം 1962 ഇന്ത്യ ചൈന യുദ്ധം. അപ്പോൾ അതിനകത്തുള്ള മെയിൻ 2 റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ ഉറപ്പായിട്ടും ടിബറ്റൻ പ്രശ്നവും അതിർത്തി തർക്കവും ഒക്കെ അതിനകത്ത് എഴുതിയിരിക്കണം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരാമെന്നാൽ 2 പേജ്, അതായത് ഒരു പേജിൻ്റെ ഫുള്ള് അപ്പുറം ഇപ്പുറം 2 സൈഡും അതേപോലെ അങ്ങനെ 2 പേജ് നിങ്ങൾക്ക് നല്ലോണം എഴുതാനായിട്ട് അതുണ്ടാവും. അല്ലെങ്കിൽ 1.5 പേജെങ്കിലും മാക്സിമം എഴുതുക. ഓക്കെ. അപ്പോൾ 1962 ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്നത്. 1962 ഒക്ടോബറിൽ അക്സൈ ചിൻ പ്രദേശവും അതേപോലെ അരുണാചൽ പ്രദേശവും ചൈന ആക്രമിക്കുകയുണ്ടായി. ലഡാക്കിലെ അരുണാചൽ പ്രദേശിലെ ചൈനീസ് പട്ടാളത്തെ തടയുന്നതിൽ നമ്മുടെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുകയും 1962 ഡിസംബറിൽ ചൈന ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? 1962 ഒക്ടോബറിൽ അക്സൈ ചിൻ പ്രദേശവും അരുണാചൽ പ്രദേശവും ചൈന ആക്രമിച്ച സമയത്ത് ലഡാക്കിലെ ആക്രമണത്തെ തടയുന്നതിൽ വിജയിച്ച നമ്മുടെ രാജ്യം അരുണാചൽ പ്രദേശിലെ സൈന്യത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ 1962 ഡിസംബറിൽ ചൈനക്കാർ തന്നെ എന്ത് ചെയ്തു? സ്വയം അവർ തന്നെ വെടിവെപ്പ് അവസാനിപ്പിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. 1962 യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ, അതായത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അന്ന് ഉണ്ടായെന്നുള്ളത് ഷോർട്ടാക്കിയിട്ടാണ് ഞാനീ പറഞ്ഞു പോകുന്നത്. ചൈനയുടെ കീഴിൽ നമുക്ക് പരാജയപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ലോകരാജ്യങ്ങൾക്ക് അവരുടെ മുമ്പിൽ നമുക്കൊരു നാണക്കേട് ഉണ്ടാക്കിയിരുന്നു ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള ആദ്യത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നതും ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം കാരണമാണെന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ ചില ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് പരാജയപ്പെട്ടു. അപ്പോൾ അന്ന് അധികാരത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ മന്ത്രിസഭ എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള പല ഇലക്ഷനകത്തും തൊട്ടടുത്ത് നടന്ന ഇലക്ഷനകത്ത് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടാനും ഈ ഒരു യുദ്ധം കാരണമായി. അതേപോലെ തന്നെ CPI പിളർന്ന് CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി കൂടെ രൂപീകരിക്കപ്പെട്ടു. ഇന്ത്യ ചൈന ബന്ധം യുദ്ധം ഇതൊക്കെ നടന്ന സമയത്ത്, അതായത് ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് CPI ആൻഡ് CPIM ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ട് വേർപിരിയേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. പിന്നെ നാഗാലാൻഡിന് സംസ്ഥാന പദവി ലഭിച്ചു എന്നുള്ളൊരു ഗുണം ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ള അനന്തര ഫലങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ഈ ഒരു യുദ്ധം നടന്നപ്പോൾ ഉണ്ടായ ചില ഈ ഒരു യുദ്ധം മൂലമുണ്ടായ ചില കാര്യങ്ങൾ കൂടെയാണ്. അതായത് എന്താണ്, നാഗാലാൻഡിന് സംസ്ഥാന പദവി ലഭിച്ചു, അതേപോലെ തന്നെ മണിപ്പൂരിനും ത്രിപുരയ്ക്കും നിയമസഭയിൽ അംഗത്വം ലഭിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളും ഈ ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അത്രയുമൊക്കെയാണ് ഇന്ത്യ ചൈന യുദ്ധത്തെ പറ്റിയിട്ട് നമുക്ക് വളരെ ഷോർട്ടായിട്ട് പഠിക്കാനുള്ളത്. ഈ ഒരു പോയിന്റ്സ് കൂടെ നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് എഴുതാനായിട്ട് കഴിയും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവും സമാധാനവും അല്ലേ. നിങ്ങളുടെ അടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് അതാണ്. ഇന്ത്യ പാക് റിലേഷൻ എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യ പാക് യുദ്ധം നടന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യം വിഭജിക്കപ്പെട്ട സമയത്ത്, അതായത് ഇന്ത്യ പാക് വിഭജനം നടന്ന സമയം മുതൽ ഇന്ത്യയും പാക്കും തമ്മിൽ എന്തുണ്ടാവാൻ തുടങ്ങി, പലതരത്തിലുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും അതിർത്തി തർക്കങ്ങളാണ് മെയിനായിട്ട് അല്ലേ മുന്നിലുണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. ജമ്മു കാശ്മീരിൻ്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നത്. അപ്പോൾ കാശ്മീർ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ വരെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ പാക് ബന്ധവുമായി, ഇന്ത്യ പാക് യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട്. കാശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെങ്കിലും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സഹകരണത്തിൻ്റെ ചില മേഖലകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യ പാക് വിഭജനം നടന്ന സമയം മുതൽ ജമ്മു കാശ്മീരിൻ്റെ പേരിൽ ഇന്ത്യയും പാക്കും തമ്മിൽ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും യുദ്ധങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ രണ്ടു കൂട്ടരും സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അതായത് വിഭജനത്തിൻ്റെ കാലത്ത് തട്ടിക്കൊണ്ടുപോകപ്പെട്ട ആൾക്കാർ, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ച്, അതായത് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അതായത് ഇന്ത്യയിലേക്കുള്ളവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും പാകിസ്ഥാനിലേക്കുള്ളവരെ അങ്ങോട്ട് വിടാനും ഒക്കെ രണ്ടു കൂട്ടരും ഒരുപോലെ സഹകരിച്ചിരുന്നു. അതേപോലെ തന്നെ സിന്ധു നദീജല കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ രണ്ടു കൂട്ടരും സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ 1965 ഇന്ത്യ പാക് യുദ്ധം നടന്നു. അപ്പോൾ എന്താണ് മെയിനായിട്ടും ഇന്ത്യ പാക് യുദ്ധം? നമുക്കറിയാലോ 2-3 യുദ്ധം നമ്മൾ നടന്നല്ലോ ഇന്ത്യ പാക് യുദ്ധം. അപ്പോൾ ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് 1965 ഇന്ത്യ പാക് യുദ്ധം, ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത്. 1965 ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലും ജമ്മു കാശ്മീരിലും പാകിസ്ഥാന്റെ സൈനിക ആക്രമണം നടത്തപ്പെട്ടു. പ്രത്യാക്രമണം നടത്തിയ ഇന്ത്യൻ സൈന്യം ലാഹോറിനടുത്ത് വരെ എത്തിച്ചേർന്നുവെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിനെ തുടർന്ന് യുദ്ധം അവസാനിപ്പിച്ചു. അപ്പോൾ 1966 ജനുവരി 10 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ അയൂബ് ഖാനും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് 1965 യുദ്ധം അവസാനിപ്പിച്ചത്. നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. താഷ്കെൻഡ് കരാർ ആരൊക്കെയാണ്? ബഹദൂറും അതേപോലെ അയൂബ് ഖാനും തമ്മിലാണ് ഇത് ഒപ്പുവെച്ചത് 1966 ജനുവരി 10. അപ്പോൾ 1965 യുദ്ധം അവസാനിപ്പിക്കുന്നത് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, രണ്ടുപേരും യുദ്ധം ഓൾറെഡി പാകിസ്ഥാൻ ഇങ്ങോട്ട് ആക്രമണം നടത്തി, പ്രത്യാക്രമണം എന്ന രീതിയിൽ ഇന്ത്യ ആക്രമണം നടത്തുന്ന സമയത്ത് ലാഹോറിനടുത്ത് വരെ എത്തി അല്ലേ. അപ്പോഴത്തേനും എന്താണ്, ഐക്യരാഷ്ട്രസഭ ഇടപെടുകയും അങ്ങനെ യുദ്ധം പാതി വഴിക്ക് നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ താഷ്കെൻഡ്, അപ്പോൾ ഒന്നാമത്തെ യുദ്ധം എന്താണ്, താഷ്കെൻഡ് കരാർ ഒപ്പുവെച്ചുകൊണ്ട് അവസാനിപ്പിച്ചു. മറ്റേത് 1971 ബംഗ്ലാദേശ് യുദ്ധം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത്. അതായത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ചേർന്നതായിരുന്നു പാകിസ്ഥാൻ. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാ. ഇന്ത്യ വിഭജനം നടന്നതും അതിൽ പാകിസ്ഥാനിൽ രണ്ട് ഇതായിട്ട് തന്നെ ആൾക്കാർ, അതായത് കിഴക്കൻ പാകിസ്ഥാനെന്നും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് രണ്ട് വിഭാഗമായി തന്നെ അവർ നിലനിൽക്കുന്ന കാര്യമൊക്കെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾ ആ വീഡിയോസ് എല്ലാം കണ്ടാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ചേർന്നതായിരുന്നു പാകിസ്ഥാൻ എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അധികാര സ്ഥാനങ്ങൾ കൈയടക്കി വെച്ചിരുന്ന, അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളൊക്കെ മെയിനായിട്ടും കൈയടക്കി വെച്ചിരുന്നത് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ നേതാക്കന്മാരും പട്ടാള മേധാവികളുമായിരുന്നു. അപ്പോൾ ഇവര് കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങളോട് കാണിച്ചിരുന്ന വേർതിരിവ് അല്ലെങ്കിൽ വിഭജനപരമായിട്ടാണ് അവരോട് പെരുമാറിയിരുന്നത്. 1970 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പ്രദേശ്, അതായത് കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗാണ് വിജയിച്ചത്. അപ്പോൾ 1970 നടന്ന തെരഞ്ഞെടുപ്പിൽ
കിഴക്കൻ പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗാണ് വിജയിച്ചത്. പടിഞ്ഞാറൻ പാകിസ്ഥാന്റെ വിവേചനപരമായ ഭരണത്തോടുള്ള കിഴക്കൻ പാകിസ്ഥാന്റെ ജനങ്ങളുടെ പ്രതിഷേധമായിട്ട് നമുക്ക് ഈ ഒരു വിജയത്തെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അവാമി ലീഗിന്റെ നേതാവായ ഷെയ്ഖ് മുജീബ് റഹ്മാന് അധികാരം കൈമാറാനായിട്ട് പീപ്പിൾസ് പാർട്ടിയുടെ നേതാവായിരുന്ന സുൾഫിക്കർ അലി ഭൂട്ടോ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിലുള്ള പടിഞ്ഞാറൻ പാർട്ടി പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ നേതാക്കന്മാർ തയ്യാറായില്ല. അപ്പൊ ഇതിനെതിരെ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ എന്ത് ചെയ്തു? സമരം ആരംഭിച്ചു. അപ്പൊ ഇതിനെതിരെ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ സമരം ആരംഭിച്ചു. ഷെയ്ഖ് മുജീബ് റഹ്മാനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പാക് പട്ടാളം കിഴക്കൻ പാകിസ്ഥാനെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്കെതിരെ അല്ലെങ്കിൽ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു. അപ്പൊ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും എന്ത് ചെയ്തു? 80 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിലേക്ക് അഭയം ചോദിച്ച് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് കടന്നു വരികയും അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ ഇന്ത്യക്ക് ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അല്ലെ. അതായത് ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് ദാരിദ്ര്യം ഉണ്ടാവും ഇല്ല. അത്രയും ആൾക്കാർ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നമുക്കറിയാം. ആ ഒരു സമയത്തെ നമ്മൾ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് ചൂഷണപ്പെട്ട കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമായിരുന്നില്ല നമ്മൾ സ്വതന്ത്രമായ സമയം എന്ന് പറയുന്നത്. അതുപോലെ തൊഴിലില്ലായ്മ ഇതൊക്കെ ഉള്ള സമയത്ത് ഇത്രയും ജനങ്ങൾ കടന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്കത് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇന്ത്യ ഇടപെടുകയും ഈ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളൊക്കെ നൽകുകയും ചെയ്തു. ചൈനയും അമേരിക്കയും പാകിസ്ഥാനെ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യയും സോവിയറ്റ് യൂണിയനും 20 വർഷ സമാധാന സൗഹൃദ കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് അമേരിക്കയും ഒക്കെ ആരുടെ ഒപ്പമാണ്? പാകിസ്ഥാന്റെ ഒപ്പമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ചൈനയും അമേരിക്കയും പാകിസ്ഥാനെ പിന്തുണച്ച സമയത്ത് നമ്മൾ സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു സൗഹൃദ കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ അങ്ങനെ സോവിയറ്റ് യൂണിയൻ 20 വർഷത്തോളം ആ ഒരു കരാറിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒപ്പം നിലകൊള്ളുകയും ചെയ്തു. അപ്പോൾ പാകിസ്ഥാൻ നടത്തിയ ആ യുദ്ധത്തിനെതിരെ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ച് പ്രതികരിക്കുകയുണ്ടായി. 10 ദിവസം കൊണ്ട് തന്നെ നമ്മൾ അവരെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ബംഗ്ലാദേശിന്റെ രൂപീകരണം സംഭവിച്ചു. അവസാനം നമ്മൾ ഏകപക്ഷീയമായി തന്നെ വെടിനിർത്തലൊക്കെ അവസാനിപ്പിക്കുകയും 1972 ജൂലൈ 3 ഇന്ത്യൻ പ്രധാനമന്ത്രി, ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു, അതേപോലെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന സുൾഫിക്കർ അലിയും തമ്മിൽ പുതിയൊരു കരാറിൽ, അതായത് സിംല കരാറിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തേത് താഷ്കന്റ് കരാർ, രണ്ടാമത്തേത് സിംല കരാർ. വൺ വേർഡ് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാം, ആരൊക്കെ തമ്മിലാണ് ഇത് ഒപ്പുവെക്കുന്നത്, അതൊക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ ഈ ഒരു യുദ്ധം അവസാനിച്ചതോടുകൂടി ബംഗ്ലാദേശിന്റെ രൂപീകരണം നടന്നു. അതേപോലെ തന്നെ രാജ്യത്ത് വളരെ ആഹ്ലാദകരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈമായിരുന്നു. ഇന്നും കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിച്ചു. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു സമയത്ത് നടന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ, അപ്പോൾ നിങ്ങൾ അതിനകത്ത് കാർഗിൽ യുദ്ധം കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അത് വളരെ ഷോർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളാം. ഇനി നമുക്ക് ഇതിനകത്ത് ആ ലാസ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയുടെ ആണവ നയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ചൈന യുദ്ധം, അതുപോലെ ഇന്ത്യ പാക് യുദ്ധം വളരെ ഷോർട്ടായിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഷോർട്ടായിട്ട് പറയുന്നത് നന്നായിട്ട് പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ്സേ എഴുതാനായിട്ട് പറ്റും. പിന്നെ ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ തന്നിട്ടുള്ള നോട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എസ്സേ ഒക്കെ എഴുതാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ ആണവ നയം? അതായത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇന്ത്യയെ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു. അപ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ ആണവ നയ രൂപീകരണത്തിൽ നേതൃത്വം നൽകുകയും അതിൽ കൂടുതൽ പങ്കുവഹിക്കുകയും ചെയ്തൊരു വ്യക്തി കൂടെയാണ്. ഇന്ത്യൻ ആണവ പരിപാടിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഹോമി ജെ ഭാഭയാണ്. അപ്പോൾ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ആരെ സപ്പോർട്ട് ചെയ്തിരുന്നു? ജവഹർലാൽ നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അണുവായുധങ്ങൾക്കെതിരായിട്ടാണ് നെഹ്റു നിലകൊണ്ടത്. അതായത് ആണവോർജ്ജം സമാധാനപരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുക എന്നതിനാണ് നമ്മൾ മുൻതൂക്കം നൽകിയത്. അണുവായുധ ശക്തികളും ഐക്യരാഷ്ട്രസഭയിലെ രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങളുമായ അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന എന്നിവയുടെയൊക്കെ നേതൃത്വത്തിൽ ആ സമയത്ത് ഒരു ആണവ നിർവ്യാപന കരാർ കൊണ്ടുവന്നിരുന്നു. പക്ഷെ നമ്മുടെ രാജ്യം അതിൽ ഒപ്പുവെക്കാനായിട്ട് വിസമ്മതിക്കുകയാണ് ചെയ്തത്. കാരണം ഇത് വിവേചനപരമാണെന്നാണ് നമ്മുടെ രാജ്യം ആരോപിച്ചത്. 1974 മെയ് 18 ബുദ്ധൻ ചിരിക്കുന്നു, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണേ, വൺ വേർഡ് ഉണ്ടാവും. ബുദ്ധൻ ചിരിക്കുന്നു എന്ന രഹസ്യ നാമത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ നടത്തിയത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന്റെ പേര്, അതിന് നൽകിയ രഹസ്യനാമം എന്താണ്? ബുദ്ധൻ ചിരിക്കുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. വർഷം 1974 മെയ് 18.
1998 മെയ് മാസത്തിൽ ഇന്ത്യ നടത്തിയ രണ്ടാമത്തെ ആണവ പരീക്ഷണം ഓപ്പറേഷൻ ശക്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ആണവ കരാർ നമുക്ക് നിങ്ങൾ 2-3 പറ്റിയൊക്കെ നോട്ടിനകത്ത് പറയുന്നുണ്ടാവും, NPT, CTBT തുടങ്ങിയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് എന്താണെന്നെല്ലാം നോക്കി വെച്ചു. തരത്തിലുള്ള ആണവ കരാറുകളൊക്കെ വിവേചനപരമാണ് എന്ന് കരുതുന്ന നമ്മുടെ ഇന്ത്യ ചില പ്രധാനപ്പെട്ട നയങ്ങളാണ് ആണവ നയത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. NPT, CTBT തുടങ്ങിയ ആണവ കരാറുകളൊക്കെ എന്താണ് വിവേചനപരമാണെന്ന് കരുതുന്ന നമ്മുടെ രാജ്യം ഇന്ത്യയുടെ ആണവ നയത്തിൽ പ്രധാനമായിട്ടും നൽകിയ കാര്യങ്ങളെന്ന് പറയുന്നത് ആണവ നിർവ്യാപനമാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നയങ്ങളെന്നാണ് പറഞ്ഞത്, ആണവ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ആണവ നിർവ്യാപനമാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്നാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അതേപോലെ തന്നെ അണുവായുധങ്ങൾ ഇന്ത്യ ആദ്യം ഉപയോഗിക്കില്ല. നമ്മുടെ ഏതെങ്കിലും രാജ്യവുമായി നമ്മൾ യുദ്ധം നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, അണുവായുധങ്ങളൊന്നും ആദ്യം ഉപയോഗിക്കില്ല. അണുവായുധങ്ങൾ സ്വന്തമായിട്ട് ഇല്ലാത്ത രാജ്യങ്ങൾക്കെതിരെയും നമ്മളത് പ്രയോഗിക്കത്തില്ല. അതേപോലെ തന്നെ അണുവായുധങ്ങൾ ഇല്ലാത്ത ലോകം രൂപീകരിക്കുക, അങ്ങനെ ഒരു ലോകം ഉണ്ടാകട്ടെ, അങ്ങനത്തെ ഒരു ലോകം ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നത്. തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ആണവ നയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 3 ചാപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ 4ാമത്തെ ചാപ്റ്ററാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ചാപ്റ്റർ കൂടിയാണ് 4ാമത്തേത്. പക്ഷെ ഞാൻ വളരെ ഷോർട്ടാക്കി തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് പഠിക്കുക. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മാത്രമേ ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള നോട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ.